ഹലോ, ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഊട്ടിയിലേക്ക് പോയ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങൾ 46 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ട്രിപ്പിൽ. ഇത് കഴിഞ്ഞ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലൊക്കെ പോയതായിരുന്നു. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ കുട്ടികളൊക്കെ പാട്ടും ഡാൻസുമായി നല്ല ബഹളത്തിലായിരുന്നു. നമ്മൾ ഫെബ്രുവരിയിൽ പോയതായതുകൊണ്ട് തന്നെ വല്ലാതെ കോടമഞ്ഞൊന്നും അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും രാവിലെയും വൈകിട്ടും നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് ഊട്ടിയിലെ കാഴ്ചകളെക്കാളും ഇഷ്ടം അങ്ങോട്ട് പോകുന്ന വഴികളിലെ മരങ്ങളും തേയിലത്തോട്ടങ്ങളും കണ്ട് ആസ്വദിക്കാനായിരുന്നു. കുട്ടികളൊക്കെ അപ്പോഴും ബസ്സിൽ നല്ല പാട്ടും ഡാൻസും ഒക്കെയായി നന്നായി എൻജോയ് ചെയ്യുകയായിരുന്നു. കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ബസ്സിലെ മ്യൂസിക് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നാടുകാണിച്ചുരം കയറി തുടങ്ങി. ഈ ട്രിപ്പിൽ ഞങ്ങൾ കുറേ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഈ ട്രിപ്പിൽ പ്രായമുള്ളവരും ഇൻഫൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാനും പ്രയറും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയാണ്. നമ്മളിതാ നിലമ്പൂർ ഗൂഡല്ലൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഗൂഡല്ലൂർ ഭാഗത്തൊക്കെ എത്തിത്തുടങ്ങിയപ്പോൾ തന്നെ നന്നായിട്ട് തണുപ്പ് തുടങ്ങി. രാവിലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പേസ് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഊട്ടി എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ബസ് നിർത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴൊക്കെ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പൊറോട്ടയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഊട്ടിയിലേക്ക് പോകും വഴിയുള്ള കാടും മരങ്ങളൊക്കെ കാണാൻ എന്താ ഭംഗി. ഞാൻ ബസ്സിൻ്റെ വിൻഡോ സൈഡിലായിരുന്നു ഇതൊക്കെ ആസ്വദിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. ഊട്ടിയിലേക്ക് പോകും വഴിയുള്ള ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടിരിക്കാൻ തോന്നും. യൂക്കാലിപ്സ് മരങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പാടെയുള്ള വ്യൂ പോയിന്റാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. 2 സൈഡിലും പൈൻ ഫോറസ്റ്റ് ആണ് ഇവിടെ. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിന്റെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രോഗ് ഹിൽ വ്യൂ പോയിന്റും നമുക്ക് കാണാൻ കഴിയും. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്കായിരുന്നു നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലായിട്ട് ഒരുപാട് ക്യാരറ്റിൻ്റെയും ക്യാബേജിൻ്റെയും ഒക്കെ ഫാംസ് കണ്ടു. അവ നല്ല പച്ചപ്പ് വിരിച്ച് നിൽക്കുമായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബസ്സിലാണെങ്കിൽ കുട്ടികൾ നേരത്തേതിലും ഫുൾ എനർജിയിൽ പാട്ടും ഡാൻസുമായി എൻജോയ് ചെയ്യുകയായിരുന്നു. ചിലരാണെങ്കിലോ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കാണുന്ന ലേക്കും വാലിയും ഒക്കെ കാണാൻ എന്താ ഭംഗിയില്ലേ. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ഭംഗിയാണ് നേരിൽ കാണാൻ. ഊട്ടിയിലെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ശരിക്കും യൂറോപ്യൻ കൺട്രീസിലെ സ്ഥലങ്ങൾ പോലെയൊക്കെ തോന്നില്ലേ. ഇതെൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ.
ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഊട്ടിയിലേക്ക് വരാൻ എനിക്ക് ഏറ്റവും ഇഷ്ടവും. എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും കണ്ടാലും കണ്ടാലും വീണ്ടും കാണാൻ തോന്നും. പിന്നെ ഊട്ടിയിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു വെൻലോക്ക് നാച്ചുറൽ ട്രയൽസ്, അതായത് 9th മൈൽ ഷൂട്ടിംഗ് പോയിൻറ്റ്. ഇവിടെ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നല്ല പച്ചപ്പ് വിരിച്ച മൊട്ടക്കുന്നാണ് അവിടെ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന പേര് ഈ സ്ഥലത്തിന് വന്നിട്ടുള്ളത് തന്നെ. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അവിടേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു. ഊട്ടിയിലെ മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഷൂട്ടിംഗ് പോയിന്റിൻ്റെ ടോപ്പിലെത്താൻ കുറച്ച് നടന്ന് കയറി വരണം. എന്നാലും മേലെ എത്തിയാൽ നല്ല വിശാലമായ പച്ച വിരിച്ച മുട്ടക്കുന്നാണ്. മേലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ റെസ്റ്റ് ചെയ്യാനുള്ള സീറ്റിംഗ് സ്പേസ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നേ. ഇവിടെ നിന്ന് 7 കിലോമീറ്ററും കൂടി പോയാൽ പിന്നെ ഈ കാണുന്ന പൈൻ ഫോറസ്റ്റ് ആണ്. ഈ കാണുന്ന മെഡോസിലൊക്കെ ഒരുപാട് കുതിരകൾ മേയുന്നുണ്ടായിരുന്നു. ഊട്ടിയിൽ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ടീ ഫാക്ടറിയിലേക്കും ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കും ആയിരുന്നു. ഈ ടീ ഫാക്ടറിയുടെ അടുത്ത് തന്നെ നല്ല കാഴ്ചകളും അടിപൊളി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തേയില എങ്ങനെ ചായപ്പൊടിയായി മാറുന്നു എന്നതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും കാണാൻ കഴിയും. 20 രൂപ ടിക്കറ്റിന് നല്ല അടിപൊളി ചായയും കിട്ടും. പച്ച തേയിലയിൽ നിന്നും പാക്ക് ചെയ്ത ചായപ്പൊടിയിലേക്കുള്ള ഫുൾ പ്രൊസീജിയറും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു.
ചായപ്പൊടി പാക്കറ്റ് ഇതാ ഇങ്ങനെ വന്ന് വീഴുന്നത് കാണാൻ തന്നെ നല്ല രസം. പിന്നെ ഇതാ അവരുടെ തന്നെ തേയില ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് ചായയും അവിടെ നിന്ന് കിട്ടി. പിന്നെ ഇതാ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ്, അതായത് മസാല ടീ, ജിഞ്ചർ ടീ, ലെമൺ ടീ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടീ പൗഡേഴ്സ് അവിടെ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത് തന്നെയുള്ള ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് കയറി ചെന്ന ഉടനെ തന്നെ നമുക്ക് സാമ്പിളിനായിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ തന്നു. ചോക്ലേറ്റ്സ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. അവിടെയും ഒരുപാട് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് സെയിലിനായി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ അധികം വെറൈറ്റീസ് അവിടെ നിന്ന് വാങ്ങിച്ചു. എല്ലാ ചോക്ലേറ്റ്സും നല്ല ടേസ്റ്റും ഉണ്ട്. ബാഗ്, സ്വെറ്റർ പോലത്തെ അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സും അവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റോപ്പ് വേ, സൈക്ലിംഗ് പോലത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ടീ ഫാക്ടറിയുടെ പാർക്കിംഗ് സ്പേസിന് കുറച്ച് അപ്പുറത്തായിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലം കണ്ടെത്തി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി എല്ലാവരും കൂടി കഴിച്ചു. ഇവിടെ നമ്മൾ ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് എന്തിൻ്റെയോ വീഡിയോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് നേരെ പോയത്. ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട്. ഫ്ലവേഴ്സും പ്ലാന്റ്സും ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഊട്ടിയിലെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരു പ്ലാന്റ് ലവറായി എനിക്ക് ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സും ഇഷ്ടമായി. ഇതാ ഈ എൻട്രൻസിൽ കാണുന്ന ഈ കുഞ്ഞു പൂക്കളടക്കം ഈ ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തായി തന്നെ ഒരു വലിയ പോണ്ടും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീൻ മെഡോസും നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെടികളുമാണ് ഈ ഗാർഡൻ്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ അവിടെ ആ പുൽത്തകിടിയിലൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതാ ഈ ഗാർഡനിൽ ആദ്യമായി നമ്മൾ പോയത് ഫേൺ ഹൗസിലേക്കായിരുന്നു. അവിടെ ഒത്തിരി ഫേൺസിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ പോയത് ഇതാ ഈ ഗ്ലാസ് ഹൗസിലേക്കായിരുന്നു. അവിടെ ഒരുപാട് കളേഴ്സിലും വെറൈറ്റിയിലുമുള്ള ആന്തൂറിയം, ഹൈഡ്രേഞ്ചിയ, കലാഞ്ചിയോ, ജെർബറെ, ലില്ലി പോലുള്ള ചെടികളും ഉണ്ടായിരുന്നു. കലാഞ്ചിയോ ഒക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ ചെടികളിലും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫാമിലി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അപ്പോൾ തന്നെ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഊട്ടിയിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. രാത്രിയാകുമ്പോൾ ബസ്സിൽ ലൈറ്റും മ്യൂസിക്കും ഒക്കെ ഓൺ ചെയ്തിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ ഒന്നുകൂടി ഉഷാറ് കൂടി.
റീഫ്രഷ് ആവാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ബസ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നിലമ്പൂർ ഫർസയിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോഴൊക്കെ തന്നെ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫ്രൈഡ് റൈസും ബട്ടർ നാനും അൽഫാം അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി അവിടുത്തെ ഫ്രൈഡ് റൈസ് കിഡുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇതാ ബസ്സിൽ വീണ്ടും കയറി പിന്നെ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ വ്ലോഗ് ഇത്രയുള്ളൂ.